അവർ എൻ്റെ അടുത്ത് കുടിക്കാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ചെക്കിനോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ. ബൈ. കയ്യിലെ എപ്പിസോഡ് ലാസ്റ്റ് നിൽക്കൊക്കെ നോക്കിയാൽ നിൽക്കൊക്കെ മനസ്സിലാവും. ഞാൻ വന്നത് ഈ വണ്ടിയിലാണ്. ഞാൻ വെയ്സോഡാങ് വാട്ടർഫോളിലോട്ട് പോവുകയാണ്. നമ്മുടെ സ്റ്റെപ്പായിട്ടുള്ള ഒരു വാട്ടർഫോളാണ്. സൗറ അല്ലെങ്കിൽ ചെറാപ്പൂഞ്ചിയിൽ ചെയ്യുന്ന ഒരു വാട്ടർഫോളാണ് നമ്മുടെ വെയ്സോഡാങ്. ഇവിടെ നിന്ന് ഏകദേശം എനിക്കൊരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് ഇനി ഏകദേശം 5-6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ വെയ്സോഡാങ്. ആ JCB അപ്പുറം വരെ ഉള്ളുമായിരുന്നു. ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് കേട്ടോ വന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ മണ്ണ് കയറുന്ന ആ സംഭവത്തിൽ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് അത് മനസ്സിലാവും കേട്ടോ. ഞാൻ അതിൽ ലിഫ്റ്റ് അടിച്ച് വന്നത്. നല്ല കാറ്റുണ്ട്, ക്ലൈമറ്റ് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. 2-3 വ്ളോഗ് കണ്ടവർക്ക് എന്തായാലും ഇത് ബോറടിച്ച് തുടങ്ങി തോന്നുന്നു. കണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മുടെ വെയ്സോഡാങ് പോകുന്ന അതിലേക്കൂടെ ഉള്ള ഒരു പുഴ ഒഴുകിയാണ് കേട്ടോ താഴോട്ട് പോകുന്നത്. ആ പുഴയിൽ കൂടെ പോയാൽ വെയ്സോഡാങ്ങിൽ നേരെ എത്താൻ പറ്റും, ഈസി ആയിട്ട് എത്താൻ പറ്റും കേട്ടോ. പക്ഷെ നീന്തലറിയണമെന്ന് മാത്രം. ഇവിടെ കണ്ടില്ലേ, ഒരു പൈപ്പ് ലൈന് പോകേണ്ട ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ആ പൈപ്പ് ലൈന് പോവുകയും വേണം. ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ബേസ് പണിതിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗി അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. വേറെ വ്യത്യസ്തമായിട്ട് തോന്നുന്നു. ഞാൻ വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടില്ല, പൈപ്പ് വെച്ചിട്ട് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പൊക്കെ വെച്ച് പോകുന്നത്. തൊട്ടപ്പുറത്തൊക്കെ നമുക്ക് ക്യാമ്പിംഗ് സ്പോട്ടുകൾ കാണാം കേട്ടോ. ഇത് ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്, പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ടെൻറ്റ് കൊണ്ടുവന്ന് അടിക്കാം, അല്ലെങ്കിൽ അവരുടെ ടെൻറ്റ് വെച്ചും നമുക്കിവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. അവിടെ നിന്നൊരു ലോറി വരുന്നു കേട്ടോ. ഞാൻ ലിഫ്റ്റ് അടിച്ച് നോക്കട്ടെ. അയ്യോ, ലിഫ്റ്റ് തരുമോ എന്തോ നോക്കട്ടെ. लिफ्ट ओए उधर तक लाइट दो. हाँ हाँ लिफ्ट ओके പ്ലീസ് പ്ലീസ് പ്ലീസ്. അവരെനിക്ക് ലിഫ്റ്റ് തന്നില്ല കേട്ടോ. അവരുടെ അടുത്ത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ, എന്നിട്ട് എനിക്ക് ലിഫ്റ്റ് തന്നില്ല. ഇനി തൽക്കാലം കുറച്ച് നേരത്തേക്ക് നടക്കാം. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ ഇട്ടിട്ട് ഞാൻ അവിടെ കയറി ഇരിക്കുമായിരുന്നു കേട്ടോ ഇത്രയും നേരം. അവിടെ കണ്ടില്ലേ, അവിടെ ഒരു ചെറിയൊരു ഫാൾസ് പോലെ നമുക്ക് ആ ദൂരെ കാണാം കേട്ടോ. അവിടെ 2 കാറിലായിട്ട് കുറച്ച് പേര് ഫാമിലി ആയിട്ട് വന്നിട്ട് തുണി കഴുകാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അവരിവിടെ നിന്ന് തുണി കഴുകിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകും. പിന്നെ ആളുകളൊക്കെ ധാരാളം ഇവിടെ പിക്നിക് സ്പോട്ടായിട്ട് ഉപയോഗിച്ച് പിക്നിക്കിനും വരാറുള്ള സ്പോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. സോ എനിക്ക് ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടി കേട്ടോ. എങ്ങനെയൊക്കെ ചാടി കയറിയതാണ്. ഇതാ കണ്ടില്ല, ഒരു ആൾട്ടോയിലാണ്. ഹായ് ബ്രോ. ഹായ് ബാ. ഹലോ കുംനോ ഫിലോൺ ഫൈൻ. ഹായ് കോം. ഹൗ ആർ യു? ഓക്കെ ഓക്കെ. ഇവരോടെ എനിക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ. അവരുടെ കൂടെ ഞാൻ പോവാണ്. അവരും വെയ്സോഡാങ് ആണ് പോകുന്നത്. യു ആർ ഓൾസോ ഗോയിങ് ടു വെയ്സോഡാങ് റൈറ്റ്? സോ ഞാൻ അവരെ ഗൈഡ് ചെയ്യുകയാണ് കേട്ടോ. അവർക്ക് വഴി അറിയില്ല. സോ ഐ എം ഗോയിങ് ടു ഗൈഡ് യു. നമ്മുടെ ദൈനംദലൻ വാട്ടർഫോൾ എന്ന് പറയുന്ന വാട്ടർഫോൾ ഈ കാണുന്നതാണ് കേട്ടോ. വെള്ളം കുറവാണ്, അതാണ് നമ്മുടെ വാട്ടർഫോൾ. നല്ല പൊക്കത്തിൽ വീഴുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മുടെ കോങ് ഇവിടെ ഇതൊക്കെ തന്നു. ഞാൻ ഇതൊക്കെ അതാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലൈറ്റു വില്ലേജാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇടത് വശത്തോട്ടാണ് നമ്മുടെ വെയ്സോഡാങ് വാട്ടർഫോളിലോട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോയാൽ നമുക്ക് ജനയിലാറ്, പിന്നെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നമ്മുടെ സ്കൂളൊക്കെ റൈറ്റ് സൈഡാണ്. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ വെയ്സോഡാങ് വാട്ടർഫോളാണ്. ഞങ്ങൾ വെയ്സോഡാങ്ങിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് താഴോട്ടാണ് ഇനി ട്രെക്ക് ചെയ്ത് പോകേണ്ടത്. ഇത് നമ്മുടെ മോളിൽ നിന്ന് കടന്നു വരുന്ന റോഡ്. അതിലേക്കൂടെ നമുക്ക് ഈസി ആയിട്ട് നടന്നു വരാനുള്ള ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരെ താഴോട്ട് പോവുക. അവരോടെ എന്താ ഇവരാണ് കേട്ടോ. അവരുടെ ഞാൻ ഒന്ന് നല്ലോണം കാണിച്ചു തരാം. ഹലോ, സേ ഹായ് ബ്രോ. ഹായ്. സോ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വെയ്സോഡാങ്ങിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ 2-3 ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം, ഇവിടെ അങ്ങനെ എൻട്രൻസ് ഫീസോ ഒന്നുമില്ല. നമുക്ക് കുറച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കണം കേട്ടോ. ബാഗ് കൊണ്ടുവന്നവർ സൂക്ഷിക്കണം, കാരണം നല്ല കുത്തനുള്ള ഇറക്കമാണ്. തിരിച്ച് കയറാൻ നല്ല പാടായിരിക്കും. ബാഗൊക്കെ കൊണ്ട് തിരിച്ച് കയറാനുള്ള നല്ല പാടായിരിക്കും. ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന ഇറക്കമാണ് കേട്ടോ. അതുമാത്രമല്ല കുറേ സ്ഥലത്ത് ഇങ്ങനെ കമ്പൊക്കെ വെച്ചുള്ള ഇറക്കമാണ്. അപ്പോൾ കുറച്ച് പാടാണ് കേട്ടോ ചില ഇടങ്ങളിലൊക്കെ
ഒക്കെ നടന്നു പോകാനായിട്ട്. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും ഷൂസൊക്കെ വെയർ ചെയ്തിട്ട് മാത്രമേ ഇവിടെ വരിക. സ്ലിപ്പറൊക്കെ ആണെങ്കിൽ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് വ്യൂ പോയിന്റ് പോകാനും വാട്ടർഫാൾ പോകാനായിട്ട് 2 വേ ഉണ്ട്. ആദ്യം വരുന്നവരെപ്പോഴും ആദ്യം വ്യൂ പോയിന്റിൽ പോവുക, അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എന്നിട്ട് മാത്രം നമ്മൾ വാട്ടർഫാളിലോട്ട് പോവുക. എന്നിട്ട് നമുക്ക് തിരിച്ച് നേരെ ഡയറക്റ്റ് കയറി വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവിടെയും ഒരേ ഇങ്ങനെ ചാക്കുകൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതിടാൻ വേണ്ടി. ഫസ്റ്റ് യു ക്യാൻ ഗോ ഹിയർ, ദാറ്റ് വിൽ ബി ബെറ്റർ. ഞാൻ ബാഗ് തൊട്ടപ്പുറത്ത് വെച്ചു കേട്ടോ. ഇതാ നമ്മുടെ വാട്ടർഫാൾ ഏകദേശം എത്താറായി. ഇതാണ്ടില്ലേ, ഇതാണ് നമ്മുടെ വെയ്സോഡാങ് വാട്ടർഫാൾ കേട്ടോ. കണ്ടില്ലേ, അതിമനോഹരം കേട്ടോ. ഇവിടുന്ന് കാണാൻ വേണ്ടി വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ഞാൻ താഴോട്ട് ഇറങ്ങി, ഞാൻ ആ ഭാഗത്തുനിന്ന് നടന്ന് താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ള റോഡാണ്. അയ്യോ, ഇവിടെ നിന്ന് നമുക്ക് അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വെയ്സോഡോങ് വാട്ടർഫാൾ കേട്ടോ. കണ്ടില്ലേ, വെള്ളം കൂടുതലുള്ളപ്പോൾ ഇതിനെയും കാട്ടി മനോഹരമാണ് സംഭവം ഈ ഒരു വാട്ടർഫാള്. ഞാൻ അവിടെ നിന്ന് നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ തിരിച്ചു പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, നല്ല ഡൗൺ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. സൂക്ഷിച്ച് വേണം പോകാൻ, സ്ലിപ്പായിട്ട് വീഴാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ ഫുള്ള് തടി കൂടെ പോകുന്ന മാത്രം വഴികളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്കിതും തൂങ്ങി ഇറങ്ങാൻ വയ്യ കേട്ടോ താഴോട്ട്. കാരണം ഞാൻ ഈ വെള്ളത്തിൽ എന്തായാലും ചാടാൻ പോകുന്നില്ല. ഞാൻ മുമ്പ് വന്നപ്പോൾ എൻ്റെ ബാക്ക് പാക്കൊക്കെ കൊണ്ടുവന്ന് താഴെ ഇറക്കി. കാരണം വെള്ളത്തിൽ പോയിട്ട് കുളിക്കാനൊക്കെ പോയായിരുന്നു. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാഗ് തൽക്കാലം അവിടെ ഇട്ടു. ആരും വന്ന് എടുക്കില്ലെന്ന് കരുതുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഇവിടുത്തുള്ള ആളുകളെ വിശ്വസിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് വഴി കേട്ടോ. ഞാൻ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. കണ്ടില്ലേ, നമ്മുടെ അവസാനത്തെ ഇറക്കമാണ്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫാൾ താണ്ട് എത്തും കേട്ടോ. നമ്മുടെ വാട്ടർഫാളിൻ്റെ സൗണ്ട് നമുക്ക് നല്ലപോലെ കേൾക്കാം. കണ്ടില്ലേ, ഫൈനലി വി ആർ ഇൻ വെയ്സോഡോങ് വാട്ടർഫാൾ. കണ്ടില്ലേ, നമ്മുടെ ബായും കോങ്ങൊക്കെ എവിടെ പോയാന്തോ അവർ നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ലേറ്റായി കേട്ടോ. അവരിതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട്. നമുക്കിനി മുകളിലോട്ടാണ് കേട്ടോ കയറി പോകേണ്ടത്. ആ കാണുന്ന മുകളിലോട്ട് കയറി പോകണം. സെക്കൻഡ് തട്ടിലോട്ട് പോകാനായിട്ട് ഞാൻ കയറട്ടെ. ഡ്രസ്സൊക്കെ ഊരി കേട്ടോ. ഞാനെന്താ ഡ്രസ്സൊക്കെ ഊരി ഇവിടെ വെച്ചു. ഞാൻ ആ കാണുന്ന അവിടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പുള്ളിക്കാരെ എടുത്തു തരാമെന്ന് പറഞ്ഞു നമ്മുടെ ബാ. അതാണ്ട് ഞാൻ ഇങ്ങനെ അവിടെ പോയിട്ട് മൊബൈലിൽ പുള്ളിക്കാരെ ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ മുമ്പ് ഇതുപോലെ വന്നിട്ട് അവിടെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാണ്ട് ഈ സൈഡിലിട്ടിരിക്കുന്ന പിക്ചറില്ലേ, അത് അന്ന് എടുത്തതാണ്. ഞാൻ തൊട്ടടുത്ത് എത്തിയിട്ടോ കേട്ടോ. വാട്ടർഫാളിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. അയ്യോ, വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല തണുപ്പാണ്. ഇതാ മോളിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ അവിടെ നിന്ന് എനിക്ക് പിക്ചർ എടുത്ത് തരാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, എൻ്റെ ഡ്രസ്സ് തന്നെ ഞാൻ ഇനി പാടായിരിക്കും കേട്ടോ. അതാണ് വേറൊരു കാര്യം. എന്തായാലും പോവാം പെട്ടെന്ന്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് കേട്ടോ. എൻ്റെ തോർത്ത് ഞാൻ എടുക്കാൻ മറന്നു, അബദ്ധമായി പോയി. എൻ്റെ ബാക്ക് പാക്ക് ഞാൻ മുകളിലാണ് വെച്ചത്. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സ് ഇടാതെ അങ്ങറ്റം വരെ പോകണം. ഇപ്പം എനിക്ക് തുണിയിടാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഇറങ്ങിയാൽ കുറേ പൈസ ഇട്ട് കേട്ടോ. മുഴുവൻ പൈസയാണ് ഇത്. അതിൻ്റെ അകത്ത് മുഴുവൻ ആളുകൾ വന്നിട്ട് പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ എനിക്ക് എത്ര രൂപ കിട്ടുമെന്ന്. ഞാൻ ഒന്ന് വെള്ളത്തിൽ പോയിട്ട് നോക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ മുമ്പ് വന്നപ്പോൾ നീന്തൊക്കെ ചെയ്തായിരുന്നു.
ഓ ഇപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നു. അയ്യോ അതിൽ കിട്ടിയില്ല അതുകൂടെ നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. എനിക്കാ 10 രൂപ കിട്ടി കേട്ടോ ബ്രോ. I got 10 rupees. So next എനിക്ക് ഇപ്പോൾ ഒരു 10 രൂപ കിട്ടി. നെക്സ്റ്റ് എത്രയും നോക്കട്ടെ. നെക്സ്റ്റ് അവിടെ കുറേ കോയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഓ എനിക്കിവിടെ നിൽക്കാൻ വയ്യ, നല്ല തണുപ്പാണ്, വിചാരിക്കുന്ന പോലല്ല. പിന്നെ കോയിലല്ല അവിടെ, ഇവിടെ എവിടെയോ വെച്ചിരുന്നല്ലോ കോയില്. ഞാൻ എന്തായാലും ഈ കോയിന് എനിക്ക് 10, 12, 13 കിട്ടി കേട്ടോ. എനിക്ക് 13 വെള്ളത്തിൽ നിന്ന് കിട്ടി. ഞാൻ എന്തായാലും ഒരു 1 രൂപ തിരിച്ച് വെള്ളത്തിലിടാൻ പോകുന്നു. ബാക്കി ഞാൻ എന്തായാലും എൻ്റെ കൈ കൊണ്ടുപോകാൻ പോകുന്നു കേട്ടോ. അതാരെങ്കിലും ഏറ്റവും അടിയിൽ പോയി എടുക്കട്ടെ. ഇത് എനിക്ക് കിട്ടിയ കൂലിയായിട്ട് കണക്കാക്കി ഞാൻ കയ്യിൽ വയ്ക്കാൻ പോവാ. എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ഡ്രസ്സ് ഇട്ടാൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തോട്ട് ഞാൻ താഴോട്ട് ഇറങ്ങുവാണ്. ഇവിടെ കണ്ടില്ലേ ആളുകൾ കയറിപ്പോവാണ് കേട്ടോ. കുറച്ച് പാടാണ്. അയ്യോ എനിക്ക് തണുത്തിട്ട് പോയി. എനിക്ക് ഇവരെ ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് പോയി ടൗലെടുത്ത് തുടയ്ക്കാൻ പറ്റൂ. കണ്ടില്ലേ ആളുകൾ നല്ല സമയത്താണ് കേട്ടോ പോകുന്നത്. കുറച്ച് പാടാണ്. സാധാരണ ഇങ്ങനെ ട്രക്കിങ്ങിനൊന്നും യൂഷ്വലായിട്ട് പോകാത്തവർക്ക് കുറച്ച് പാടായിട്ട് അനുഭവപ്പെടും. ഞാൻ അവിടുന്ന് ഡ്രസ്സ് മാറ്റി തിരിച്ചിറങ്ങി കേട്ടോ. ഞാൻ മുകളിലോട്ട് പോവാണ്. കണ്ടില്ലേ കുത്തനുള്ള കയറ്റമാണ് കേട്ടോ. ഈ പടിക്കെട്ടുകൾ കയറിയാണ് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എൻ്റെ തൊപ്പി ഞാൻ ഉണങ്ങാൻ വേണ്ടി എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഇനി പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് വേറൊരു വാട്ടർഫോൾ ഉണ്ട്. സൊഫൂങ് വാട്ടർഫോൾ എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾ ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരം പോകണം കേട്ടോ, സൊഫൂങ് വാട്ടർഫാൾ. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകാൻ വേണ്ടി പോവാണ്. അവിടെ പോയിട്ടേ അറിയാം. സമയം 3:30 ആയി കേട്ടോ. ഇനി എപ്പോഴാണ് വാട്ടർഫാൾ അടയ്ക്കണതെന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ ടൈം നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകാൻ പോകുന്നത് പിന്നെ നൊങ്രിയാദിലോട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നൊങ്രിയാദിൽ പോകുന്നതെന്ന് പറയുമ്പോൾ ഇത് വഴിയല്ല, നമ്മുടെ വെയ്സോഡാങ് പോയിട്ട് ഇതിലേക്കൂടെ അല്ല മെയിൻ വഴി. നമ്മുടെ ചെറാപൂഞ്ചി അല്ലെങ്കിൽ സൊഹറ പോയിട്ട് അതിലേക്കൂടെയാണ് നൊങ്രിയാദ് പോകാനുള്ള യഥാർത്ഥ വഴി കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള നല്ല ലോങ് റൂട്ടാണ് കേട്ടോ. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. ഏകദേശം 24 മണിക്കൂർ എടുത്തു ഇവിടെ നിന്ന് നൊങ്രിയാദ് പോയിട്ട് എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി, നമ്മുടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള വഴിയാണ്. അപ്പോൾ എന്നാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. തിരിച്ച് ഞാൻ നൊങ്രിയാദിൽ നിന്ന് തിരിച്ച് കയറുമ്പോൾ ചെറാപൂഞ്ചിയിലാണ് ഡയറക്റ്റ് കയറുന്നത്. ഈ വഴി തിരിച്ചു വരില്ല. ഓക്കെ 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 നോ പ്രോബ്ലം. ഹുംലില്ലേ? ഓക്കെ. നേരത്തെ ലിഫ്റ്റ് തരാത്ത ചേട്ടന്മാരാണ് കേട്ടോ. നേരത്തെ ലിഫ്റ്റ് തരാത്ത ചേട്ടന്മാരുണ്ട്. ഇവിടം വരെ ഉണ്ടായിരുന്നു. ചേട്ടന്മാരിവിടെ എന്തോ പരിപാടി ഇവിടെ. ഓ ആ ഇവിടെ കണ്ടില്ലേ ഇവര് റൈസും ഇവരുടെ എന്തോ ഒരു സ്പെഷ്യൽ കറി. ഓ ഇതു മീറ്റ് കാസി ദോസ്നിയാങ് എന്ന് പറയുന്ന എന്തോ ഒരു സംഭവമാണ് കേട്ടോ. പിഗ്. ഓ നമ്മുടെ പോർക്കാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മുടെ പോർക്ക് ഇറച്ചിയും പിന്നെ അവിടെ അവർ റൈസും കൂടെ കഴിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഇവർ ഇത്രയും പേരുമായിട്ട് ഇത് ബാത്തേ. ഈ കാണുന്ന ഇവർ കുടിക്കുന്നത് റൈസ് ബിയർ ആണ് കേട്ടോ ഇവിടത്തെ. ഞാൻ മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ കണ്ടിട്ട് റൈസ് ബിയർ ഇത് യഥാർത്ഥ ഇതൊന്നല്ല, ഇത് ആൽക്കഹോൾ ചേർന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് കുടിക്കാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കണ്ടില്ലേ ഇതാണ് സംഭവം. കാസിയാ തോട്ടത്തോടും മാലു. हाँ थोड़ा मालूम. अच्छा है. बहेम करते बहेम करते करते बहेम. Okay, nice name. Bहेम mangar Korteng Albin. Kot Bहेम. Itu original Korteng teli pulang ding do. Oh, teli. समझे? Yeah, समझे. It's okay. No problem. No, it's okay. I don't drink. Hello. Test करेगा test. No. Hey, bye. Okay, yeah. Yes. Terima kasih tuh Mira Hero.
ഓക്കെ ബൈ. ഞാനിവിടെ നിന്ന് ചലിക്കുവാണ് കേട്ടോ. അവര് കുടിച്ച് അവരുടെ ഇതെല്ലാം പോയെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരൻ ഓഫായി കേട്ടോ. എനിക്കിനി അവർ തന്നെ ഇവിടെ ഇതിറക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അവർ കഴിക്കാൻ വേണ്ടി പോയ സമയത്താണ് എന്താ പറയുക ആൽക്കഹോളും കുടിച്ച് അവിടെ ഇരിക്കുവാണ്. ഇതിലേക്കൂടെ വണ്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ലിഫ്റ്റ് കിട്ടൂല, നടക്കണം. ഇതിലേക്കൂടെ ആകെ പോകുന്ന വണ്ടികൾ ഇങ്ങനത്തെ അതാണ്ട് ടാക്സികളാണ് കേട്ടോ. ഇത് ഷെയർ ടാക്സി ടൈപ്പ് വണ്ടിയാണ്. സ്കൂൾ ബസ്. ഓ ആ സ്കൂൾ ബസ് നിർത്തിയില്ല കേട്ടോ. ഞാൻ മുമ്പ് വന്നപ്പോൾ ഈ സെയിം സ്കൂൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞാനും വേറെ 2 പേരും ഉണ്ടായിരുന്നു. രാമകൃഷ്ണ മിഷൻ്റെ സ്കൂൾ ബസ്സാണ് കേട്ടോ. അതായത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ ഈ സ്കൂളിലാണ് ഞാൻ പോയി മുട്ടായൊക്കെ കൊടുത്തത്. പിന്നെ അതിന് മുമ്പ് ഞാൻ ഈ സ്കൂൾ ബസ്സിൽ ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ നൊങ്ക്രിയാദ് വില്ലേജ് എന്ന് പറയുമ്പോൾ അങ്ങായിട്ട് വരും കേട്ടോ. ഈ മല കറങ്ങിയാണ് അങ്ങ് പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് ചെറാപ്പൂഞ്ചി കൂടെ ഡയറക്റ്റ് ഈസി ആയിട്ട് പോകാവുന്നതാണ് കേട്ടോ നൊങ്ക്രിയാദ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ലോങ് ആയിട്ടുള്ള റൂട്ടാണ്. ഇവിടെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മൗണ്ടൻസ് എല്ലാം കാണാൻ പറ്റുന്ന വേറൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. നമ്മുടെ വെയ്സഡാങ് അങ്ങനെ ഒഴുകിയത് ഇതിൻ്റെ അകത്തൂടെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് വിജനമായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നേരത്തെ വെയ്സഡാങ് പോയപ്പോൾ ആനയുടെ സൗണ്ടൊക്കെ കേട്ടോ. ഇവിടെ ആനയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. സൗണ്ട് ഫൗ മീൻസ് jungle. Which animal is there? Small animals. ഓക്കെ ആന ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. വേറെ എന്തെങ്കിലും അനിമൽ ആയിരിക്കുന്നു. പക്ഷേ മൗണ്ട് സിൻഡ്രാം റൂട്ടൊക്കെ ആനകളൊക്കെ ഉണ്ട് കേട്ടോ. കൂളേ. നമ്മുടെ സൊഫും വാട്ടർഫാൾ പോകുന്ന വഴി ഈ കാണുന്നതാണ് കേട്ടോ. 1 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്. ലുമാഷിക്കേൻ വില്ലേജും താഴെയാണ് കേട്ടോ. ലുമാഷിക്കേൻ വില്ലേജ് എന്ന് പറയുന്നത് താഴെയാണ്. അതുമാത്രമല്ല നമ്മുടെ വാട്ടർഫാളും താഴോട്ടാണ് കേട്ടോ. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. 1 കിലോമീറ്റർ ട്രെക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ജസ്റ്റ് അവിടെ എന്തോ ഒരു കൗണ്ടർ എന്തുകൊണ്ടോ അവിടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് കേട്ടോ സ്ഥലം. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ബോർഡുണ്ട്. സൊഫങ് ഫാൾസ് 1 കിലോമീറ്റർ എന്നും പറഞ്ഞൊരു ബോർഡുണ്ട്. നമുക്ക് ഇതിലേക്കൂടെ ട്രെക്ക് ചെയ്ത് വേണം പോകാൻ. ഇതായിരിക്കണം ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എല്ലാം. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും ഇവിടെ അധികം വരാത്തത് കൊണ്ട് ഇത് ഒരു അൺനോൺ പ്ലേസ് ആയതുകൊണ്ടായിരിക്കണം ഇപ്പോൾ അങ്ങനെ വലിയ ഒരു ആളുകളെയോ ഇവിടെ ഒരു കടയോ ഇവിടെ ഈ ഒരു ഇതിൽ ടിക്കറ്റ് കൗണ്ടറിൽ ആളെയോ ഒന്നും കാണാത്തത് അതുകൊണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം വരെ വന്നതല്ലേ. അപ്പോൾ ഇനി എന്തായാലും സോഫം വാട്ടർഫാൾ കണ്ടിട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് നടന്ന് ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി പോവുകയാണ്. സമയം 4 മണി കഴിഞ്ഞു. സൂര്യൻ അസ്തമിക്കാറായി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ.